തക്കാളി ചോറിൻ്റെ കോനവും ഭാവവും ഒക്കെ അങ്ങോട്ട് മാറിപ്പോയില്ലേ. ഇപ്പോൾ ഭയങ്കര ന്യൂ ജനറേഷനാണ് ആള്. ഉള്ള കണ്ട സ്പൈസസ് ഒക്കെ ഇട്ട് ജീരകശാലൻ്റെ അരിയിൽ ഞാൻ അങ്ങനെയൊന്നും അല്ലാട്ട് ഉണ്ടാക്കില്ല. ഞാൻ സാധാരണ തക്കാളി ചോറാണ് ഉണ്ടാക്കണേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലെ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒഴിച്ചങ്ങോട്ട് ചൂടാക്കണം. കടുകും പൊട്ടുകടലയും കൂടെ അങ്ങോട്ട് ഇട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടേ നല്ല പൊടിയായിട്ട് അരിഞ്ഞ ഒരു മീഡിയം സൈസ് സവാള കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മുടെ സ്വന്തം പൊടികളായിട്ടുള്ളേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായത്തിൻ്റെ പൊടി, ഉപ്പ്, ഒരു 2-3-4 പച്ചമുളക് ചേർത്തിട്ട് നല്ലോണം നാട് മിക്സ് ചെയ്തിട്ടേ വെല്ലിക്കാട്ട് 2 തക്കാളി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കണം. കുറേ സമയമുള്ള ആൾക്കാരാണെങ്കിലേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതിയിട്ടാ. അല്ലെങ്കിൽ ഒരു അര ഗ്ലാസോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചോ. ഈ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി തക്കാളി നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് വെന്ത് വന്നാലുണ്ടല്ലോ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചോറില്ലേ, സാധാരണ ചോറ്, അത് വേണ്ടിട്ടാ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു പിടിയോളം മല്ലിയിലയോടെ ചേർത്തിട്ടേ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അടച്ചു വെക്കണം. നല്ലൊരു ആവി ഇങ്ങോട്ട് കയറി വരട്ടെ. എന്നിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ റൈസിൻ്റെ സൈഡായിട്ട് വെക്കണതേ ഇതേപോലെ വലിയക്കാട്ടൊരു മീൻ പൊരിച്ചതും പിന്നെ കുറച്ച് തൈരുമാണ് കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ റൈസ് ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ മക്കൾ ചോദിക്കണോട്ടെ ആ ഒരു ചോറും മീൻ പൊരിച്ചതും തൈരും തക്കാളിക്കറിയും കൂടെ തന്നാൽ പോരെ എന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഇങ്ങനെ മിക്സ് ആക്കി കഴിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. നമ്മളുടെ ഈ ഒരു റൈസ് ഉണ്ടല്ലോ, നമ്മൾ ആ ജീരകശാലൻ്റെ അരിയിൽ ഉണ്ടാക്കണേലും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കേട്ടോ.